ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ്, ചപ്പാത്തി, അപ്പം, ബിരിയാണി എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 10 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ മുളകിൻ്റെ കളറെല്ലാം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വലുപ്പമുള്ള ഉള്ളിയാണെങ്കിൽ അത് 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി ചെറിയ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മുളകെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മുളക് 2ആയിട്ട് മുറിച്ച് അതിനകത്തെ അരി ഇതുപോലെ കൊട്ടിക്കളഞ്ഞാൽ അതിനകത്ത് അരി മുഴുവൻ പോവും. അപ്പോൾ ഇതുപോലെ എല്ലാ മുളകും ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുളകെല്ലാം ഇട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളെല്ലാം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ്, ബിരിയാണി, അപ്പം, ചപ്പാത്തി ഏതും ആയിക്കോട്ടെ എല്ലാത്തിനും സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഇതിനു വേണ്ടി മറ്റൊരു കറി ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം എല്ലാവരും ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. ഒപ്പം ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.